അമേരിക്ക ഇപ്പോൾ ഇറാനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകമായ ഓപ്പറേഷൻ നടത്താനുള്ള നീക്കം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ ചില ഓപ്പറേഷനുകളിൽ മാത്രം പങ്കെടുക്കുന്ന C-30J എന്നറിയപ്പെടുന്ന വിമാനം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്നു. ഇത് വളരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് ഈ വിമാനം ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് മിലിറ്ററി ഇൻഫിൽട്രേഷൻ, അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ പെട്ടെന്ന് കീഴടക്കുവാൻ, അവിടെ നിന്ന് എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സ്പെഷ്യൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സൈനികരെ മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്ന് നടത്തുന്ന ഓപ്പറേഷന് വേണ്ടിയാണ് ഈ വിമാനം ഉപയോഗിക്കുന്നത്. ഇത് പാരാ ജമ്പ് മുഖേനയോ അല്ലെങ്കിൽ ചെറിയ ഒരു റൺവേയിൽ വരെ ഈ വിമാനം ഇറക്കാൻ സാധിക്കും. അങ്ങനെ സൈനികരെ അവിടെ എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം നിർവഹിക്കുന്ന വിമാനമാണിത്. മാത്രമല്ല, രണ്ടാമത്തെ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾക്ക് ഇന്ധനം നൽകുക എന്നതാണ്. വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുക എന്നത് ഒരു സാധാരണ കാര്യമാണ് അന്തരീക്ഷത്തിൽ വെച്ച്. പക്ഷെ ഒരു ഹെലികോപ്റ്ററിന് ഇന്ധനം നൽകുക എന്നത് സാഹസമുള്ള കാര്യമാണ്. കാരണം ഒരു ഹെലികോപ്റ്റർ വിമാനത്തിനെ പോലെ വേഗതയിൽ പറക്കയില്ല. അതുകൊണ്ട് ഇതിന് ഇന്ധനം നൽകുന്ന വിമാനവും അതേ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കണം. സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് കുറഞ്ഞ വേഗതയിൽ പറക്കാൻ കഴിയില്ല. എന്നാൽ ആ കാര്യവും കൂടെ നിർവഹിക്കാൻ പറ്റുന്ന വിമാനമാണ് ഈ പറയപ്പെട്ട C-30J എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് നിർവഹിക്കാൻ സാധിക്കുന്നത് വളരെ താഴ്ന്ന രൂപത്തിൽ, അതിന് അന്തരീക്ഷത്തിൽ വളരെ താഴ്ന്ന് പറക്കാൻ സാധിക്കുമെന്നതാണ്. ഹെലികോപ്റ്ററുകൾ നമുക്കറിയാം കൂടുതൽ ഉയരത്തിൽ പറക്കാൻ പറ്റുകയില്ല, താഴ്ന്നായിരിക്കും പറക്കുക. എന്നാൽ അതേ രീതിയിൽ താഴ്ന്ന് പറക്കാൻ ഇതിന് സാധിക്കും. അതോടൊപ്പം തന്നെ റഡാറുകൾ, ശത്രു രാഷ്ട്രത്തിന്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ താഴ്ന്ന ഭാഗത്തു കൂടെ പറന്ന് ശത്രു രാഷ്ട്രത്തിന്റെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുകയും അവർക്ക് വേണ്ട ഗ്രൗണ്ടിൽ സൈനികരെ എത്തിക്കുകയും ചെയ്യുക എന്ന ഒരു വളരെ സങ്കീർണമായ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും എന്നത് ഇതിന്റെ ഗുരുതരാവസ്ഥ നമ്മെ കാണിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വിമാനം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പറന്നുയരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പെഷ്യൽ ഓപ്പറേഷന് വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഈ അമേരിക്കയുടെ B-2 സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് യുദ്ധവിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. അത് ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരികയാണ്. ഈ യുദ്ധവിമാനം നമുക്കറിയാം, ഇറാനിൽ മുമ്പ് അവരുടെ ആണവ റിയാക്ടറുകളിൽ തകർക്കാൻ വേണ്ടി ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനമാണ്. വളരെ കൂടുതൽ ക്വാണ്ടിറ്റി, വലിയ ഭാരം വഹിക്കാൻ സാധിക്കുന്ന വിമാനമാണ്. സ്ട്രാറ്റജിക് ബോംബറാണ് ഇത്. എന്നാൽ ഈ വിമാനം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുന്നു.